ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർമ്മല സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധയായ വിശുദ്ധ ത്രേസ്യായുടെ ആത്മകഥ. കർമ്മലയിലെ വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനെ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ, അങ്ങനെ ജീവിതത്തിൽ മാനസാന്തരം പ്രാപിച്ച് വിശുദ്ധയായി തീരാൻ സഹായിച്ച ഈ പുസ്തകം വിശുദ്ധ ത്രേസ്യായുടെ ആത്മകഥ. ഇത് കാണാത്തവരായി, വായിക്കാത്തവരായി ആളുകൾ ചുരുക്കം പേരെ കാണുകയുള്ളൂ. വിശുദ്ധ ത്രേസ്യായുടെ ഈ ആത്മകഥയിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും അതായിരിക്കുന്നത് പോലെ അമ്മ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധ ഈഡിത്ത് സ്റ്റെയിനെ പോലും ഇത് മാനസാന്തരപ്പെടുത്തിയതെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒറ്റ പ്രാവശ്യം ഈ പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. ഒരു യുവതിയുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സകല ചിന്തകളും അതായിരിക്കുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായി തുറന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമാണിത്. നാം ഓർക്കും, എങ്ങനെ ഈ വലിയ വിശുദ്ധയെ നാം അനുകരിക്കും, എങ്ങനെ ഈ വലിയ വിശുദ്ധയുടെ ജീവചരിത്രം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന്. ഈ ആദ്യ പേജുകളിലും അധ്യായങ്ങളിലുമൊക്കെ ഒരു സാധാരണ പെൺകുട്ടി ഒരു കുടുംബത്തിൽ തൻ്റെ അപ്പനിൽ നിന്ന് അകലേണ്ടി വരുമ്പോൾ, തൻ്റെ ജീവിതത്തെ ആത്മീയ വഴിയിലേക്ക് നടത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ, പ്രതിസന്ധികളെ, സങ്കടങ്ങളെ ഒക്കെ പച്ചയായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ തന്നെ ഒരു പ്രതിച്ഛായ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് എനിക്കും ഒരു വിശുദ്ധയാകാൻ കഴിയുമെന്ന്. ഈ ഒരു രത്ന ചുരുക്കമാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പേജ് 29, എൻ്റെ ദൈവമേ, അങ്ങേ ഏതു തരത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്ന് അങ്ങ് തിരുമനസ്സായോ അതിലേക്ക് എങ്ങനെയൊക്കെയാണ് അങ്ങ് എന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. എൻ്റെ അഭിലാഷത്തിനെതിരായി എന്നോട് ബലം പ്രയോഗിക്കാൻ അവിടുന്ന് എങ്ങനെ ബലം പ്രയോഗിച്ചുവെന്ന് കാണുക. ഞാൻ എത്ര ബലഹീനയാണ്, എത്ര കുറവുകളുള്ളവളാണ്, എന്നിട്ടും എന്നെ സ്വന്തമാക്കാൻ അങ്ങ് എത്ര ബലം പ്രയോഗിച്ചു. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തോട് അമ്മ സംസാരിക്കുന്നത്. പിതൃഭവനം വിട്ടുപോകുന്ന സമയത്ത് എനിക്കുണ്ടായ സങ്കടത്തേക്കാൾ വലിയ സങ്കടം മരണസമയത്ത് പോലും എനിക്കുണ്ടായിട്ടില്ല എന്ന് ഞാൻ ഓർത്തുപോയി. കർത്താവിൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ യാതൊരു ചിന്തകളും എൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ പര്യാപ്തമായിരുന്നില്ല. കർമ്മലയിലെ ഓരോ സിസ്റ്ററിനോടും ചോദിച്ചാൽ ഇതേ അനുഭവം തന്നെ പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ ഭവനത്തിൽ നിന്ന് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വന്നപ്പോൾ ഇപ്പോൾ നാം ഇരുന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെ ഞാനത് വിട്ടുപോന്നു, എങ്ങനെ ആ ഹൃദയത്തിന് അത് താങ്ങാനുള്ള ശക്തി കിട്ടി. ഇതേ കാര്യം തന്നെയാണ് അമ്മ ത്രേസ്യ പറയുന്നത്. അമ്മയെ ഒരു സാധാരണ കർമ്മലീത്ത അമ്മയായി കാണാൻ നമുക്ക് ഈ പുസ്തകം സഹായിക്കും. ഒരു കർമ്മലീത്ത സന്യാസിക്ക് വിശുദ്ധയാകാൻ കഴിയുമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ പുസ്തകം മാറ്റാം. അതിന് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആമേൻ.